ജലക്ഷാമത്തിൽ നിരാഹാര സമരത്തിലായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി ആതിഷി മർലേന സമരം അവസാനിപ്പിച്ചു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു പിന്നാലെയാണ് തീരുമാനം. കഴിഞ്ഞ 5 ദിവസമായി ജലപ്രതിസന്ധിയിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് ആതിഷി നിരാഹാര സമരത്തിലായിരുന്നു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് സഞ്ജയ് സിംഗ് MP പറഞ്ഞു. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, ആതിഷിയുടെ സമരം ആർക്കെതിരെയാണ്? നികേഷ്, ദില്ലിയിൽ തുടരുന്ന കനത്ത ജലക്ഷാമത്തിലായിരുന്നു ആതിഷി മർലേന കഴിഞ്ഞ ദിവസം നിരാഹാര സമരം ആരംഭിച്ചത്. സമരം 5ാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് കടന്ന് ഇന്ന് പുലർച്ചെയാണ് ആതിഷിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അടക്കം കുറഞ്ഞതാണ് പ്രതിസന്ധിയായത്. 36ലേക്ക് പഞ്ചസാരയുടെ അളവ്, ഷുഗർ ലെവൽ കുറഞ്ഞതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ദില്ലി LNJP ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത് ആരോഗ്യനില വളരെ മോശമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സമരം നിർത്തുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. അതേസമയം ഇതിൽ പോരാട്ടം തുടരും എന്നും സഞ്ജയ് സിംഗ് അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തു. കാരണം പാർലമെന്റ് സമ്മേളനം വരാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ ദില്ലിയിലെ ഈ ജലക്ഷാമം ശക്തമായി തന്നെ ഉയർത്തും എന്ന നിലപാടാണ് ഇതിൽ സഞ്ജയ് സിംഗ് അടക്കം ആം ആദ്മി നേതാക്കൾ വ്യക്തമാക്കുന്നത്. ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ദില്ലിയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ദില്ലിക്ക് സ്വന്തമായി ജലം ലഭിക്കാനുള്ള സാഹചര്യം ഇല്ല, മറിച്ച് ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടി ഒഴുകിയെത്തുന്ന വെള്ളമാണ് ദില്ലിയിലേക്ക് വരുന്നത്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ വേനൽ തുടരുന്ന പശ്ചാത്തലത്തിൽ ഹരിയാന അടക്കം ഈ വെള്ളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് ഇത് രാഷ്ട്രീയമായ നീക്കത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഹരിയാനയിൽ BJP സർക്കാരാണ് ഭരിക്കുന്നത്. ദില്ലിക്ക് അവകാശപ്പെട്ട വെള്ളം നൽകാതെ ഇത്തരത്തിൽ വെള്ളം തടഞ്ഞു വെക്കുന്നു. ഇതിൽ കേന്ദ്ര സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആതിഷി മർലേനയുടെ ഈ സമരം ഉണ്ടായത്. എന്താണെങ്കിലും ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടില്ല എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ഉത്തരേന്ത്യയിൽ കനത്ത ചൂട് തുടരുകയും ചെയ്യുകയാണ്. ഈ പ്രശ്നം വരും ദിവസങ്ങളിൽ സജീവമായി തന്നെ നിലനിൽക്കും. ആ പശ്ചാത്തലത്തിലാണ് പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കൂടി ആം ആദ്മി പാർട്ടി എന്താണെങ്കിലും ശ്രമം നടക്കുന്നത്. അതേസമയം ദില്ലിയിൽ ഇത്തരത്തിൽ ഒരു കുടിവെള്ള പ്രതിസന്ധി ഇല്ല എന്നതാണ് BJP ഇക്കാര്യത്തിൽ പറയുന്നത്. കാരണം ടാങ്കർ മാഫിയയ്ക്ക് വേണ്ടി ദില്ലി സർക്കാരാണ് ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ട് എന്ന് വരുത്തിയിരിക്കുന്നത് എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ആതിഷിയുടെ സമരം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സമരം നിർത്തുന്ന നാടകമടക്കം നടത്തുന്നത് എന്ന നിലപാടും BJP നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. നികേഷ്, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നോബൽ മാരിക്കാരൻ.